പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഉച്ചത്തേക്കുള്ള ഊണിന്റെ പണികളെല്ലാം കഴിഞ്ഞൊന്ന് വിശ്രമിക്കാനായി റൂമിലേക്ക് നടക്കുമ്പോഴാണ് പുറത്ത് ഓട്ടോ നിൽക്കുന്ന ശബ്ദം കേട്ടത്. രാധിക ഈ നേരത്തെ ഇതാരപ്പോ ഓട്ടോയിൽ നിന്നൊരു ചിന്തയോടെ മുൻവശത്തേക്ക് നടന്നു. ഡോർ തുറന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് കുറച്ചധികം കവറുകളൊക്കെയായി ഓട്ടോയിൽ നിന്നിറങ്ങുന്ന ഗോപനെയും നിഷയുമാണ്. രാധിക ഒട്ടൊന്ന് അത്ഭുതപ്പെട്ടു പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ. അന്ന് പാലുകാച്ചലിന് വന്നുപോയതാണ്. പിന്നീട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ വരാമെന്ന് പറയാറുണ്ടെങ്കിലും കുട്ടികളാരുമില്ലാതെ ഒന്ന് വിളിച്ചു പറയുക പോലുമില്ലാതെ രണ്ടുപേരും വന്നത് കാണേ രാധികയ്ക്ക് എന്തോ സംശയവും തോന്നി. ഇന്നലെ രാത്രി കൂടെ ഫോണിൽ സംസാരിച്ചു കൂടെയാണ്. അപ്പോൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല. എങ്കിലും അതെല്ലാം വിട്ട് സന്തോഷത്തോടെ അവർ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആരെയും വന്നിരിക്കുന്നേ, ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ വരുന്ന കാര്യം. തന്നെ കണ്ടതേ ചിരിയോട് അടുത്തേക്ക് വരുന്ന നിഷയോട് ഒരൽപ്പം അമ്പരപ്പും പരിഭവവും സന്തോഷവും ചേർത്തുകൊണ്ട് ചോദിച്ചു രാധിക. ഇങ്ങോട്ടേക്ക് വരാൻ ഇനി വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ എടുത്തി? ഗോപൻ ഓട്ടോ കാശോട് തിരിഞ്ഞുകൊണ്ട് ചിരിയോടെ മറുചോദ്യം എറിഞ്ഞു. പെട്ടെന്ന് തീരുമാനിച്ചാൽ എടുത്തി. രാവിലെ എണീറ്റപ്പോൾ ഒന്നിവിടെ വരെ വന്ന് എല്ലാവരും കാണാൻ തോന്നി. പിള്ളേരൊക്കെ വീട്ടിലായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ഇങ്ങ് പോന്നു. പിന്നെ ഇന്നലെ എടുത്തി വിളിച്ചപ്പോൾ ഇന്ന് വേറെ കാര്യമൊന്നുമില്ല, വീട്ടിലുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, അതാ പിന്നെ വിളിച്ചു പറയാൻ നിൽക്കാഞ്ഞേ. നിഷ പറഞ്ഞുകൊണ്ട് കയ്യിൽ ഒന്ന് രണ്ട് കവറുകൾ അവരുടെ കയ്യിലേക്ക് കൊടുത്തു. കൂടെ 3 പേരും അകത്തേക്ക് കയറുകയും ചെയ്തു. വരുമ്പോൾ നിനക്ക് ആ പിള്ളേരെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? എന്തായാലും വെക്കേഷൻ അല്ലേ? കറികൾ ഓരോന്നായി ഓരോ ബൗളിലേക്ക് പകർത്തുന്നതിനിടയിൽ രാധിക അടുത്ത് നിൽക്കുന്ന നിഷയോട് അഭിപ്രായപ്പെട്ടു. കാലയെ കൂട്ടി തീരുമാനിച്ചതല്ലല്ലോ എഴുത്തി, അവരായിട്ട് ഇനി സ്കൂൾ തുറക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങ് വരാം. നിഷ ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. രണ്ടാളും ഒരുമിച്ച് ഊണിലുള്ളതെല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ചു. ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 3 പേരും കഴിക്കാനും ഇരുന്നു. എഴുത്തി, ഹർഷന്റെ കല്യാണം ഇനി നോക്കുന്നില്ല എന്ന് വെച്ചോ? കുടുംബക്കാരൊരുത്തരും ഓരോന്ന് പറയുന്നുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് 3 പേര് ഉമ്മർത്തിരിക്കുമ്പോഴാണ് നിഷ ഹർഷന്റെ കല്യാണക്കാരെ എടുത്തിട്ടത്. ഗോപന ആകാംക്ഷയോടെ രാധികയെ നോക്കി. ഒരു നിമിഷം രാധിക ഒന്ന് മൗനം പാലിച്ചു. പിന്നെ അവരെ നോക്കി. കല്യാണം വേണ്ടാന്ന് വെച്ചിട്ടല്ല, കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്ന് കരുതിയാ. അവനത്ര പ്രായമൊന്നും ആയില്ലല്ലോ. രാധികയുടെ തണുപ്പൻ പ്രതികരണം കേട്ടപ്പോൾ നിഷയും ഗോപനും പരസ്പരം നോക്കി. ഏടത്തി ഇതെന്താ പറയുന്നേ? ഓരോ വീട്ടിൽ മക്കളെ കല്യാണം നീണ്ടുപോയ അമ്മമാർക്കാ വേവലാതി. ഏടത്തിക്ക് ഇതൊരു ചൂടുമില്ലല്ലോ. അതോ ഇനി ഏടത്തിയുടെ മനസ്സിൽ വേറെന്തെങ്കിലും ഉണ്ടോ? ഹർഷന്റെ ഏടത്തിയുടെ മട്ടും ഭാഗം കണ്ട അങ്ങനെയൊക്കെ തോന്നും. നിഷ അതുകൂടെ പറഞ്ഞപ്പോൾ രാധിക പെട്ടുപോയി. അതേസമയം തന്നെ ഇനിയും വേണിയുടെ കാര്യം അവരിൽ നിന്ന് മറച്ചു വെക്കുന്നതിൽ മടിയും തോന്നി രാധികക്ക്. അവർ അല്പനേരം ഉണ്ടാവുമെന്ന് ആലോചിച്ചു. പിന്നെ രണ്ടാളെയും നോക്കി. തന്നെ സംശയത്തോടെ വീക്ഷിക്കുന്നവരെ കൂടെ കണ്ടതോടെ വേണിയുടെ കാര്യം ഇനി അവരിൽ നിന്ന് മറച്ചു വെക്കാൻ ആഗ്രഹിച്ചില്ല രാധിക. അത് പിന്നെ സമയമാകുമ്പോൾ നിങ്ങളോട് പറയാമെന്ന് കരുതി. ഹർഷന് ഒരിഷ്ടമുണ്ട്. അത് വേണി അറിയില്ലേ, അപ്പുറത്തെ ഷാജിയുടെ മോള്. ആ കുട്ടിയെ ഇഷ്ടം ഹർഷന്. ഹർഷന് മാത്രമല്ല, എനിക്കും വാവക്കൊക്കെ ഇഷ്ടം അവളെ. കുറച്ചുകൂടെ കഴിഞ്ഞ് കല്യാണക്കാര്യം സംസാരിക്കാമെന്ന് കരുതി. രാധിക ചെറിയൊരു ആശങ്കയോടെ കാര്യം അവതരിപ്പിച്ചപ്പോൾ ആകെ ഞെട്ടിപ്പോയിരുന്ന 2 പേരും. ഏടത്തി ആരുടെ കാര്യം ഈ പറയണേ? ആ ഡിവോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ആ പെണ്ണിനെ പറ്റിയോ? അവളെയാണ് ഹർഷന് ഇഷ്ടം? അവളെയാണ് ഹർഷൻ കല്യാണം കഴിക്കാൻ പോകുന്നേ? നിഷ വിശ്വസിക്കാനാവാതെ ഉറക്കെ ചോദിച്ചു. ഏടത്തിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ആ കുട്ടി ഒരിക്കൽ കല്യാണം കഴിച്ചല്ലേ, എന്നിട്ട് അവളെയാണോ ഹർഷനെ കൊണ്ട് കെട്ടിക്കുന്നേ? വേറെ പെൺകുട്ടികളെ കിട്ടായിട്ടാണോ? ശേ, ഹർഷനോ ബോധമില്ല, ഏടത്തിക്കും ബോധമൊക്കെ പോയോ? നിഷ ആകെ അമ്പരപ്പോടെ ദേഷ്യമുണ്ടെങ്കിൽ അത് കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. ഗോപനും ആകെ അമ്പരന്നെങ്കിലും അയാൾ അവർക്കിടയിലേക്ക് അയറിച്ചില്ലാതെ മൗനം പാലിച്ചു. നിങ്ങൾ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ എന്താ എൻ്റെ നിഷേ? ആ കുട്ടിയുടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കല്യാണം കഴിഞ്ഞ് ആ ബന്ധം പിരിഞ്ഞതും ആ ദാമ്പത്യത്തിൽ എന്താണ് നടന്നതെന്നെല്ലാം വ്യക്തമായിട്ട് അറിയാം. അതിൽ വേണിയുടേതായിട്ട് യാതൊരു തെറ്റുമില്ല. വേണിയായാലും ആ കുടുംബത്തെയായാലും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. മനസ്സിൽ നന്മയുള്ള മനുഷ്യരാണ്. ഒരാപത്ത് സമയത്ത് കൂടെ നിന്ന് സഹായിച്ചൊക്കെ അവർ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കൽ കല്യാണം കഴിഞ്ഞാണ് ആ ബന്ധം ഒഴിവായതാണ് എന്നൊക്കെയുള്ള കാരണം കൊണ്ട് വേണിയെപ്പോലൊരു നല്ല പെൺകുട്ടിയെ വേണ്ടെന്ന് വെച്ചാൽ അതായിരിക്കും ഏറ്റവും വലിയ വിഡ്ഢിത്തം. അല്ലെങ്കിൽ തന്നെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആരെങ്കിലും വിവാഹം വേണ്ടാന്ന് വെക്കുമോ? ഹർഷന്റെ പോലൊരു വിവാഹം മുടങ്ങിപ്പോയതല്ലേ. ഞങ്ങൾ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വേണിയെ, അവളുടെ പെരുമാറ്റം, അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഹർഷനെ സ്നേഹിക്കാൻ അവന്റെ നല്ല ബാധ്യാവനും അവൾക്ക് കഴിയും, അത് മതി. രാധിക അത്രയും പറഞ്ഞ കാര്യമാണെങ്കിലും നിഷയുടെ മുഖം എന്നിട്ടും തെളിഞ്ഞില്ല. അവർ മുഖം വീർപ്പിച്ചിരുന്നു. ഏടത്തി പറയുന്നതൊക്കെ ശരിയാ, എന്നാ പിന്നെ നേരത്തെ ഞങ്ങളോട് പറയായിരുന്നില്ല ഏടത്തിക്ക്? ഗോപൻ സൗമ്യമായി അയാളുടെ മനസ്സിലെ കരട് തുറന്നു പറഞ്ഞു. ഗോപ, മനഃപൂർവ്വമല്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നല്ലേ. പഴയ പോലെ ഈ ബന്ധവും പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോവുകയാണെങ്കിൽ അത് ഞങ്ങൾ 3 പേര് അറിഞ്ഞാൽ പോരെയെന്ന് കരുതി. രാധിക അത് പറഞ്ഞപ്പോൾ ഗോപനും നിഷയ്ക്കും വല്ലാതെയായി. ഈ ഒരു കാര്യം കൊണ്ട് ആലോക്യം തോന്നരുത് രണ്ടാൾക്കും. വേണി നല്ല കുട്ടിയാണ്. കുറച്ചു നേരം സംസാരിച്ചത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ എല്ലാറ്റിലും വലുത് ഹർഷന്റെ ഇഷ്ടമല്ലേ, അവന് ഇഷ്ടം ആ കുട്ടിയെ. പിന്നെ നിങ്ങളോട് പറയാതെ ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യില്ല. അവൾക്കൊരു ജോലിക്കായിട്ട് കല്യാണം മതിയെന്നാ. ഇപ്പൊ വാവയുടെ കൂടെ PSC കോച്ചിങ്ങിന് പോവാ. രാധിക നിഷയുടെ അടുത്തേക്കിരുന്ന് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരുടെ മനസ്സിലെ താല്പര്യമില്ലായ്മ മനസ്സിലായിക്കൊണ്ട് തന്നെ സൗമ്യമായി പറഞ്ഞു. അപ്പോ ഏടത്തിക്കാരൻ ഷാജിയോട് സംസാരിച്ചോ? ഗോപൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു.
ആ അവരോട് സംസാരിച്ചു. അവർക്ക് ആർക്കും യാതൊരു എതിർപ്പുമില്ല. എല്ലാവർക്കും ഇഷ്ടം. എതിർക്കാനെന്താ? രണ്ടാം കെട്ടുകാർക്ക് ഇതിൽ നല്ലൊരു ബന്ധം കിട്ടുമോ? രാഗിണി പറഞ്ഞു തരും മുമ്പേ നിഷ പറഞ്ഞു. പിന്നെ രാഗിണിയുടെ കൈ മാറ്റിക്കൊണ്ട് എണീറ്റ് മുറിയിലേക്ക് പോവുകയും ചെയ്തു. രാഗിണിയും ഗോപനും വല്ലായ്മയോടെ പരസ്പരം നോക്കി. എടുത്ത് വിഷമിക്കണ്ട, അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞ അത് കാര്യാക്കണ്ട, ഞാൻ സംസാരിക്കാം അവളോട്. ഗോപൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിഷയ്ക്ക് പിറകെ പോയി. രാഗിണി ഒരു നെടുവീർപ്പോടെ അവർ പോയ വഴിയായിരുന്നു. നിഷയുടെ താല്പര്യമില്ലായ്മ മനസ്സിലായെങ്കിലും അതിനവരത്ര കാര്യമാക്കിയില്ല. വേണിയുടെ കാര്യം തുറന്നു പറയാൻ പറ്റിയതിന്റെ ആശ്വാസമായിരുന്നു അവരിൽ മുന്നിട്ട് നിന്ന്. നീ എന്തൊക്കെയാ നിഷ ഏടത്തിയോട് പറഞ്ഞു? ഏടത്തിക്കാകെ വല്ലാതെയായിട്ടുണ്ട്. നിഷയ്ക്ക് പുറകെ തന്നെ റൂമിലെത്തിയ ഗോപൻ അല്പം ദേഷ്യത്തോട് അവരോട് ചോദിച്ചു. ഇല്ല, ഞാനിനി മിണ്ടാതിരിക്കാം. ഈ ആലോചന എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഏടത്തി നമ്മളിൽ നിന്ന് മറച്ചു വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഒളിച്ചു വെക്കേണ്ട കാര്യം എനിക്കില്ല. നിഷ ദേഷ്യത്തോട് തന്നെ പറഞ്ഞു. എന്റെ നിഷയെ നീ ഒന്ന് അടങ്ങ്. നീ ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ. നീ മുന്നിട്ട് കൊണ്ടുവന്ന ആലോചനയായിരുന്നു ഗീതുവിൻ്റെത്. ആ ആലോചനയ്ക്ക് ഒരു മടിയും കൂടാതെ താല്പര്യം കാണിച്ചിട്ടുണ്ട് അർഷനും എടുത്തേയും. ആ കല്യാണം എങ്ങനെയാ മുടങ്ങിപ്പോയെന്ന് ഞാൻ ഓർപ്പിക്കണ്ടല്ലോ. അവനൊരു പോലീസുകാരനാണ്, ടൗൺ എസ് ഐ. നിശ്ചയം കഴിഞ്ഞ ദിവസം തന്നെ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അവനെ നാണം കെടുത്തിട്ടുണ്ടാവും നീ ഓർക്കുന്നത് നല്ലതാ. കല്യാണം മുടങ്ങി അറിഞ്ഞപ്പോൾ അതുവരെ തിരിഞ്ഞു നോക്കാത്ത കുടുംബക്കാരും നാട്ടുകാരും നമ്മളോട് പറഞ്ഞു ചോദിച്ചൊന്നും മറന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അതിനേക്കാൾ എത്രത്തോളം ആളുകളെ പരിഹാസ സാധാപങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ടാവും അർഷൻ. എത്ര ആളുകളോട് മറുപടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും എടുത്തേക്ക്. എന്നിട്ട് അതെന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അവരാരെങ്കിലും? ഇപ്പൊ അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെങ്കിൽ അത് എതിർക്കാതെ സന്തോഷിക്കല്ലേ വേണ്ടത്? ഗോപൻ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും വികാരക്ഷോഭത്തോട് തലവെട്ടിച്ചു. നിഷയ്ക്കും അയാൾ പറഞ്ഞു കേട്ടപ്പോൾ കഴിഞ്ഞു പോയതെല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു. അവർ തെറ്റായി പോയെന്ന ചിന്തയോടെ അയാളെ നോക്കി. നീ ഇപ്പം എന്തായാലും കാണിച്ച മോശമായി പോയി നിഷേ. ഏടത്തിയോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അയാൾ വീണ്ടും പറഞ്ഞപ്പോൾ നിഷയ്ക്ക് അതുവരെ തോന്നാത്ത കുറ്റബോധം തോന്നി തുടങ്ങി. ശ്യാമിന്റെ ബാഗും തോളിലിട്ട് രാധികയുടെ വീണ്ടും സിറ്റുള്ളിലേക്ക് കയറുമ്പോഴേ വേണു ശ്രദ്ധിച്ചു ആരോ ഗസ്റ്റ് ഉണ്ടെന്ന്. ആരായിരിക്കും വന്നിട്ടുണ്ടാവും എന്ന് ആലോചിച്ചുകൊണ്ട് ചെറിയൊരു പരിങ്ങിലോടെയാണ് അവൾ അകത്തേക്ക് കയറിയത്. ക്ലാസ് കഴിഞ്ഞ് വേണി ശ്യാം ഒരുമിച്ചാണ് വന്നതെങ്കിലും വഴിയിൽ വെച്ച് അമലിനെ കണ്ടപ്പോൾ പിന്നെ ശ്യാം വേണിയുടെ കയ്യിൽ ബാഗും കൊടുത്ത് അവന്റെ കൂടെ ക്ലബിലേക്ക് പോയി. വേണിക്ക് പിന്നെ അർഷനിൽ നിന്ന് വൈകുന്നേരം എത്തുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരാനിരിക്കുക തന്നെയായിരുന്നു. വേണി ലിവിംഗ് ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെയാണ് നിഷ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതും. നിഷയെ കണ്ടപ്പോൾ വേണിയുടെ ചുണ്ടിൽ സന്തോഷം നിറഞ്ഞൊരു ചിരിയും അത്ഭുതവും വിടർന്നെങ്കിൽ നിഷയ്ക്ക് അവളെ കണ്ടപ്പോഴേ മുഖം ചുളിഞ്ഞു. ആരോളെ അടിമുടിയെ നോക്കി. ഇളമഞ്ഞ നിറത്തിൽ തവിട്ടും ചുവപ്പും ചെറിയ പൂക്കൾ നിറഞ്ഞ സൽവാറാണ് അവളുടെ വേഷം. ഇടം കൈയിലൊരു വാച്ചും നെറ്റിയിലൊരു കറുത്ത ചെറിയ പൊട്ടും മുടി മെടഞ്ഞ് മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. ആന്റി ഇപ്പൊ വന്നു, കുട്ടികളൊക്കെ ഇവിടെ വന്നില്ലേ? അടുപ്പത്തോടെ അരികിലേക്ക് വന്നൊരു ചിരിയോടെ ചോദിക്കുന്നവളെ തുറിച്ചു നോക്കി നിഷ. അവരുടെ പതിവില്ലാത്ത നോട്ടവും പുഞ്ചിരിയില്ലായ്മയും കൂടെയുള്ള മൗനവും വേണിയുടെ ചിരി മാഞ്ഞു. അവൾ വല്ലായ്മയോടെ നിന്നു. കൂടെ രാധികയെ ഒന്ന് കണ്ണാൽ ചുറ്റും നോക്കുകയും ചെയ്തു. ഏത് നേരം ഇവിടെ തന്നെയാണല്ലോ, ഒരുങ്ങി കെട്ടി ഇറങ്ങിയതാവുമല്ലോ ആമ്പിള്ളേരെ വശീകരിക്കാൻ. നിഷയ്ക്ക് എന്താണ് അവർ പറയുന്നെന്ന ബോധം തന്നെ ഇല്ലായിരുന്നു. അങ്ങേയറ്റം വെറുപ്പോടെ അവർ പറഞ്ഞ വാക്കുകൾ വേണിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അവൾ അവിശ്വസനീയതോടെ അവരെ നോക്കി. ദേ പെണ്ണെ, കരഞ്ഞു ഇനി എല്ലാവരും അറിയിക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ഹർഷിന് ഞാൻ നല്ലൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. പെൺകൊച്ചി നിന്നെ പോലെ രണ്ടാം കെട്ടൊന്നല്ല. സൗന്ദര്യവും വിദ്യാഭ്യാസവും പണവും കുടുംബമഹിമയൊക്കെ ഒത്തുചേർന്ന് നല്ലൊരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. ആ കാര്യം ഒന്ന് അവതരിപ്പിക്കാൻ വന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നിഷ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും തുറിച്ചു നോക്കി. അല്ലേ പെൺകൊച്ചേ, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. നിന്റെ കെട്ടൊന്ന് കഴിഞ്ഞല്ലേ? കെട്ടാൻ മുട്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ വല്ല രണ്ടാം കെട്ടോ കുട്ടികളൊക്കെ എന്നെ നോക്കിയാൽ പോരെ? ചുറ്റുപാടൊന്ന് വീക്ഷിച്ചുകൊണ്ടാണ് നിഷ അത് പറഞ്ഞത്. വേണിയുടെ ദേഹം ഒന്ന് വിറച്ചു. ഒരു തേങ്ങൽ തൊണ്ടക്കുഴിയിൽ നിന്നും തെറിച്ചു വീണു. നിഷയ്ക്ക് അവളുടെ നിൽപ്പും കരച്ചിലും കണ്ടിട്ടും കൂസലില്ലായിരുന്നു. പറ്റുമെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും അർഷന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു ചിന്ത മാത്രമേ അവൾക്ക് നേരെ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബത്തോടെ മയക്കി വെച്ചിരിക്കുക നാണം കെട്ടവള്. ഡി പെണ്ണെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് നീ തന്നെ ഒഴിഞ്ഞു പോയിക്കൊണ്ടു. പല മോഹാവൻ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറക്കുന്ന നല്ല. നിഷേ! പുറകിൽ നിന്ന് ഗോപന്റെ ഉറക്കെയുള്ള ദേഷ്യം നിറഞ്ഞ വിളിയിൽ നിഷ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. വേണി പക്ഷെ അവിടെ നിന്നും തലയുയർത്തി പോലും ചെയ്തില്ല. അവൾ തണുത്തുറഞ്ഞു പോയിരുന്നു. കണ്ണുകളിൽ നിന്ന് പെയ്യുന്ന നീർത്തുള്ളികൾ മാത്രം ആ ദേഹത്തെ ചലിച്ചുകൊണ്ടിരുന്നു. നീ എന്ത് വർത്താനാ നിഷ ഈ പറയുന്നത്? എന്ത് വൃത്തികേടൊക്കെയാ നീ കൊച്ചിനോട് പറയുന്നത്? അയാൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു ഭാര്യയോട് ചോദിക്കുമ്പോൾ. അതേസമയം തന്നെ അയാൾക്ക് പരിഭ്രാന്തി അനുഭവപ്പെട്ടു. വേണിയെ അവളുടെ മുഖം കാണി. ഞാൻ എന്ത് വൃത്തികേട് പറഞ്ഞെന്നാ? കാര്യം പറഞ്ഞ ഏത് നേരം വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് വീട്ടിലെ ആമ്പിള്ളേർ വശീകരിക്കാൻ നടക്കില്ലേ? നല്ല വീട്ടിലെ പെൺകുട്ടികൾ ഇങ്ങനെയാണോ? അതെങ്ങനെയാ? വീട്ടുകാർ തന്നെ അഴിച്ചുവിട്ടിരിക്കല്ലേ? ചുളിവിലെ രസയായി കിട്ടിയാൽ പൊളിക്കില്ലല്ലോ. നിഷ ഗോപന്റെ ദേഷ്യം കണക്കിലാക്കാതെ വീണ്ടും വിഷം തുപ്പി. നിഷേ! ഗോപൻ എന്തോ പറയാൻ ശ്രമിക്കും മുമ്പേ രാധികയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. നിഷയും ഗോപനും ഒരുപോലെ ഞെട്ടിത്തിരിഞ്ഞു. നിഷയുടെ മുഖത്തൊരു പതർച്ച വന്നു. രാധിക കനത്ത മുഖത്തോടെ പാഞ്ഞു വന്നു. നിഷയുടെ മുന്നിൽ വന്നൊരു നിൽപ്പായിരുന്നു അവർ. വീട്ടുകാരിയായിട്ടാണെങ്കിലും വിരുന്നുകാരിയായിട്ടാണെങ്കിലും മര്യാദക്ക് സംസാരിക്കണം. ദേ ഇവളിവിടെ വലിഞ്ഞു കയറി വന്നതോ നിന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ വന്നതല്ല. എന്റെ മകന്റെ ഭാര്യയാവും പോകുന്നവളാ, എന്റെ മരുമകളാവും പോകുന്നവള്. ആ മര്യാദയും ബഹുമാനവും നീ അവൾക്ക് കൊടുത്തിരിക്കണം.
വേണിയെ തന്നോട് ചേർത്തിക്കൊണ്ട് രാധിക യാതൊരു ദാക്ഷിണ്യം കൂടാതെ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് തന്നെ നിഷയുടെ മുഖം വീർത്തു വന്നു. ഓ, ഏടത്തിക്ക് ഞാൻ പറഞ്ഞതായി കുറ്റം. ഞാൻ എനിക്ക് വേണ്ടിയൊന്നല്ല, ഏടത്തിയുടെ മകന് വേണ്ടി തന്നെയാ പറഞ്ഞു. എന്ത് യോഗ്യതയുണ്ട് വിളിക്ക് വീട്ടിൽ വന്ന് കയറാൻ? ഹർഷിനെ ഇവിടെ പെണ്ണിട്ടാതെ ഇരിക്കുന്നല്ലോ, ഇതുപോലെ രണ്ടാം കെട്ടിനെ തലയിൽ കയറ്റാൻ. നിഷയെ നീയൊന്നും മിണ്ടാണ്ടിരിക്ക്, വായി തോന്നി വിളിച്ചു പറയാതെ. നിഷ വീറോടെ ചീറിയപ്പോൾ ഗോപൻ അവൾ അടക്കാൻ ശ്രമിച്ചു. ഞാൻ പറയും ഗോപേട്ടാ, ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞ്. എനിക്ക് ഏടത്തിയോട് ഹർഷനോടൊക്കെയുള്ള സ്നേഹം കൊണ്ടല്ലേ. എന്നിട്ട് ഏടത്തി പറഞ്ഞു കേട്ടില്ലേ, അത് ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ. അല്ലെങ്കിലും എന്റെ ആത്മാർത്ഥം ആർക്കും മനസ്സിലാവില്ല. എനിക്കിത് വേണം. ഇനി ഞാനൊന്നും പറയുന്നില്ല. ആര് വേണമെങ്കിലും ഏടത്തി മരുമളായിക്കോ. ഞാനൊന്നും പറയുന്നില്ല, ഒന്നിനും വരുന്നുമില്ല. നിഷ ദേഷ്യവും സങ്കടവും ഇടകലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെ വെട്ടിത്തിരിഞ്ഞ് റൂമിലേക്ക് തന്നെ പോയി. രാധികയുടെ മുഖം പക്ഷേ അപ്പോഴും അയവ് വന്നില്ല. അവർക്കുള്ളിൽ കടുത്ത ദേഷ്യം തന്നെ തോന്നി നിഷയോട്. പക്ഷെ ബന്ധങ്ങൾ ഓർത്തൊന്നു മാത്രം അവർ പിന്നെ ഒരു വഴക്കിന് മുതിർന്നില്ല. ഗോപന ഗൗരവത്തോടെ തന്നെ നോക്കിക്കൊണ്ട് അവർ തന്നിലേക്ക് കുഴഞ്ഞ മട്ടിൽ നിൽക്കുന്നവളിലേക്ക് തിരിഞ്ഞു. ഗോപനാവട്ടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയോടെ നിന്നു. കണ്ണൊക്കെ നിറഞ്ഞു തൂവി ജീവനില്ലാതെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ രാധികയുടെ ഹൃദയം നൊന്തു. അവരവളെ ചേർത്ത് പിടിച്ചു. മോളെ. അവർ വേണിയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പതിയെ വിളിച്ചു. വേണിയൊന്ന് ഞെട്ടി ഉറച്ചുകൊണ്ട് അവരെ നോക്കി. ഒന്നുമില്ല, പോട്ടെ. അവളെന്തോ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അതൊന്നും മനസ്സിൽ വെക്കണ്ട. പോട്ടെ, വായോ, സങ്കടപ്പെടാതെ, കരയാതെ പൊന്നെ. ചുണ്ടുകൾ കടിച്ചുകൊണ്ട് തേങ്ങലുകൾ അമർത്താൻ ശ്രമിക്കുന്നവളെ നോക്കിക്കൊണ്ട് രാധിക ആശ്വസിപ്പിക്കാനും മറ്റും ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വേണിയാകെ തകർന്നു പോയിരുന്നു. അവർ പറയുന്നൊന്നും തന്നെ അവൾ കേട്ടില്ല. കുറച്ചു മുമ്പ് നിഷ പറഞ്ഞുപോയ വാക്കുകൾ തറഞ്ഞു പോയിരുന്ന അവൾ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നോവോടെ നോക്കിയവൾ പിന്നെ മെല്ലെ അവളുടെ കൈപ്പിടിയിൽ നിന്ന് അയച്ച് പുറത്തേക്ക് ഓടി വന്നവൾ ഗേറ്റ് കടന്നു വരുന്ന ഹർഷനെ കണ്ടു നിന്നു. എന്നാൽ അത്ര നേരം പിടിച്ചു വെച്ച സങ്കടവും കണ്ണീരുമെല്ലാം വീണ്ടും അണപൊട്ടി അവനെ കാണേ. അവൾ ഹർഷനെ മറികടന്ന് പുറത്തേക്ക് ഓടി. പ്രതീക്ഷിക്കാതെ വേണിയെ കണ്ട സന്തോഷത്തിൽ അടുത്തേക്ക് വന്നവൻ അവളുടെ മുഖവും ഭാവും കണ്ണീരും തന്നെ മറികടന്നുള്ള ഓട്ടവും കാണെ ആകെ അങ്കലാപ്പോടെ നിന്നു. വേണി! അവൻ വിളിച്ചെങ്കിലും വേണി തിരിഞ്ഞു നോക്കുപോലും ചെയ്തില്ല. വേണി മോളെ! അന്നേരം തന്നെയാണ് രാധികയും പുറത്തേക്ക് ഓടി വന്നപ്പോൾ കണ്ടതോ ഹർഷനെ. അവരുടെ കണ്ണുകൾ ഹർഷനെ കണ്ടപ്പോൾ ആശ്വാസം കൊണ്ടെങ്കിലും പിന്നെയും ആശങ്കയോടെ വേണി പോയ വഴിയിലേക്ക് നീണ്ടു. എന്താമ്മേ, എന്തുണ്ടായി? എന്തിനവൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയത്? ഹർഷൻ വെപ്രാളത്തോടെ രാധികയുടെ അടുത്തേക്ക് ചെന്നു. ആ നീണ്ടിൽ അമ്മയുടെ മുഖത്ത് ആശങ്കയും പരിഭ്രമവും ശ്രദ്ധിക്കാതെ ഇരുന്നില്ല. രാധിക ഹർഷനെ നോക്കിക്കൊണ്ട് അകത്തേക്ക് തിരിഞ്ഞു നോക്കി. ഹർഷന്റെ കണ്ണുകൾ അമ്മയ്ക്ക് പുറകെ ഡോറിന് നേരെ ചെന്നു. രാധികയ്ക്ക് പുറകെ തന്നെ ഉമ്മറത്തേക്ക് വന്ന ഗോപനെ ഹർഷനും അപ്പോഴാണ് കണ്ടത്. അവന്റെ കണ്ണുകൾ വിടരുകയും അടുത്ത നിമിഷം തന്നെ സംശയത്തോടെ ചുരുങ്ങുകയും ചെയ്തു. ഹർഷ മോനെ, ഗോപനും നിഷയും വന്നിട്ടുണ്ട്. നിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ വേണിയുടെ കാര്യം തുറന്നങ്ങ് പറഞ്ഞു. അത് കേട്ട് നിഷക്കൊട്ടും പിടിച്ചില്ല. ഇപ്പൊ വേണി വന്നപ്പോ അവൾ എന്തൊക്കെയോ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. ആ കുട്ടിയാണെങ്കിൽ അത് കേട്ടതേ കരഞ്ഞു. രാധിക പുറകെയുള്ള ഗോപനെ ശ്രദ്ധിക്കാതെ ഹർഷനോട് വെപ്രാളത്തോടെ കാര്യം ചുരുക്കി അവതരിപ്പിച്ചു. ആന്റി പറയുന്നത് കേട്ട് നമ്മ എന്നിട്ട്? ഹർഷൻ അമ്മ പറഞ്ഞ കേൾക്കിയ ടെൻഷനും ഈർഷ്യയും ദേഷ്യവും കലർത്തി ചോദിച്ചു. ഞാൻ അതും കേട്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? കുട്ടി വന്നപ്പോൾ ഞാൻ പിന്നാമ്പുറത്തായിരുന്നു. അകത്തേക്ക് കയറി നിഷ പറയുന്നത് കേട്ടപ്പോഴാ വേണി വന്നതിന് ഞാൻ അറിഞ്ഞ്. അതിന് നല്ല തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ. നീ ഇപ്പോൾ വന്നേ, ചെന്ന് ആ കുട്ടിയെ ആശ്വസിപ്പിക്കാം. അടുത്തേക്ക് ഗോപൻ വന്ന് നിൽക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ അയാളെ ഗൗനിക്കാതെ രാധിക പറഞ്ഞു. അന്നേരം തന്നെ ആ കേട്ടുകൊണ്ട് നിഷയും പുറത്തേക്ക് ഇറങ്ങി വന്നു. കയ്യിൽ അവരുടെ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ ഹർഷനെ കണ്ടതിൻ്റെ ഒരു വെപ്രാളം അവരിലുണ്ടായിരുന്നു. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവർ ഗോപന്റെ അടുത്തേക്ക് ചെന്നു. ഗോപേട്ട, നമുക്ക് ഇറങ്ങാം. ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയും നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എടുത്തി ആട്ടിയിറക്കുന്ന കൂടെ കാണേണ്ടി വരും. നിഷ ഒരയവില്ലാതെ കനത്ത മുഖത്തോടെ പറഞ്ഞു. രാധിക കേട്ടപ്പോൾ തന്നെ വിറഞ്ഞു കയറി. അവർ ദേഷ്യത്തോടെ വെട്ടിത്തിരിഞ്ഞു. നിർത്തടി, നീ കുറെ നേരമല്ലോ. ഇനി നീ വാ തുറക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ആട്ടിയിറക്കിയെന്ന് വരും. അത് നിന്റെ നാക്കിന്റെ പലം കൊണ്ടാ. എടുത്തി മതി, ഇനിയൊരു വഴക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങുക. രാധികയുടെ ഭാവം കാണേ ഗോപൻ അങ്കലാപ്പോടെ ഇടക്കേറി. പിന്നെ അവള് പറയുന്ന കേട്ടില്ലേ, ആ കുട്ടിയെ കരയിപ്പിച്ച് വിട്ടിട്ട് അവൾക്ക് അതിന് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ? ഒരു കൂസലില്ലാതെ നിൽക്കുന്നുണ്ടില്ലേ? സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവള്. രാധിക ക്ഷോഭടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഓ, അപ്പൊ ഏടത്തി പറഞ്ഞു വരുന്നത് ഏടത്തിയുടെ മകളുടെ കാര്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറിയെന്നല്ലേ? കേൾക്കണം, ഞാനിത് കേൾക്കണം. ഹർഷ, നീ എങ്കിലും മനസ്സിലായിക്കോ, ആന്റി നിന്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞ്, അല്ലാതെ എനിക്കൊരു സ്വാർത്ഥതയില്ല. അങ്ങനെ ഉണ്ടായത് നീ രണ്ടാം കെട്ടിന് കെട്ടിക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ എനിക്ക്. മൂക്ക് ചീന്തി കണ്ണും തുടച്ച് നിഷ ഹർഷിന് നേരെ തിരിഞ്ഞു. ഈനഫാൻജി, എന്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനാ. അതെങ്ങനെ ആരുടെ കൂടെയെന്ന് എനിക്ക് വ്യക്തമായ പ്ലാനുണ്ട്. ആന്റി എന്നല്ല, അങ്കിളായാലും ശരി, അതിൽ കയറി അനാവശ്യമായിട്ട് ഇടപെടരുത്. ഇവിടെ നടന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ കാരണം കൊണ്ട്, ആന്റിയുടെ പെരുമാറ്റം കൊണ്ട് എന്റെ ജീവിതത്തിൽ അത് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചാ ഞാൻ വെറുതെ ഇരിക്കില്ല. തന്നോട് വീണ്ടും എന്തൊക്കെയോ പറയാൻ തുനിയുന്നവരെ കൈയുയർത്തി തടഞ്ഞ് അമർഷത്തോടെ തന്നെ പറഞ്ഞു ഹർഷൻ. നിഷ മാത്രമല്ല, ഗോപനും തറഞ്ഞുപോയി അവന്റെ വാക്കുകളിൽ. ഗോപന് കടുത്ത ദേഷ്യവും നിഷയോട്.
അവരോട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചതാണ് കുറച്ചു മുമ്പ്. എന്നിട്ടാണ് ഇപ്പോൾ അതെല്ലാം മറന്ന മട്ടിൽ ഇത്രയും മോശാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത്. ഹർഷ, ഏർത്തി, അവൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അങ്കിൾ തന്നെ സോൾവ് ചെയ്തോളാം. ഇപ്പൊ ആ കുട്ടിയെ കണ്ട് സംസാരിക്കാനും മാപ്പ് ചോദിക്കാനും തയ്യാറാണ് ഞാൻ. ഇതിപ്പോ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഇന്നിങ്ങോട്ട് തിടുക്കപ്പെട്ട് വരില്ലായിരുന്നു. ഗോപന്റെ വാക്കുകളിൽ വിഷമവും വല്ലായ്മയും നിറഞ്ഞിരുന്നു. ഹർഷന്റെ മുഖവും അയാളുടെ വിഷമം മനസ്സിലാക്കി അലിഞ്ഞു. അത് കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷ തന്നെയാ വേണിയുടെ കാര്യം തൃപ്തിപ്പെട്ട് പറയാതിരുന്നു. ഇനിയിപ്പോൾ ആന്റി പറഞ്ഞ വാക്കുകൾക്ക് അങ്കിൾ ക്ഷമ വയ്ക്കേണ്ട ആവശ്യമില്ല. സങ്കടമായിട്ടുണ്ട് അവൾക്ക്. അത് ഞാനോ മിഞ്ചും സംസാരിച്ച് മാറ്റിക്കോളാം, അവൻ ശാന്തമായി പറഞ്ഞു. ഗോപൻ അത് ശരിവെക്കുന്നതായെന്ന് തലയാട്ടി. പിന്നെ രാധികയെ കൂടെ നോക്കിയ ശേഷം നിഷയിലേക്ക് തിരിഞ്ഞു. എന്തോ അയാൾ ഹർഷനോട് മാപ്പ് ചോദിക്കുന്നത് കേട്ടുകൊണ്ടാവാം അവർ ഇത്തവണ നിശബ്ദയായിരുന്നു. മുഖവും മറ്റേതോ ഭാവം കൈവരിച്ചിരുന്നു. പോവാം. അയാൾ ചെരുപ്പിട്ട് മുന്നിൽ നടന്നപ്പോൾ പിന്നിൽ അനുഗമിച്ച് നിഷ. രണ്ടുപേരും ഗേറ്റ് അടക്കുന്ന നോക്കി വല്ലായ്മയോടെ നിന്നു രണ്ടുപേരും. രാധികയും ഹർഷനും ചെല്ലുമ്പോൾ ലിവിംഗ് റൂമിലെ സോഫയിൽ സന്ധ്യയുടെ മടിയിൽ കമിഴ്ന്നെടുക്കുകയാണ് വേണി. അവളുടെ അഴിഞ്ഞുളഞ്ഞ മുടിയിഴകളിലൂടെ തഴുകി വിടുകയാണ് സന്ധ്യ. അകത്തേക്കായിരുന്നവരെ കണ്ടതും സന്ധ്യയുടെ മുഖവും തെളിഞ്ഞു. എന്താ ഉണ്ടായ രാധികെ? വേണിയുടെ കരഞ്ഞ് ബഹളായിരുന്നു. അവിടെ നിഷ എന്തൊക്കെയോ പറഞ്ഞെന്നോ? എന്താ ഉണ്ടായ ശരിക്കും? സന്ധ്യയുടെ ചോദ്യം കേൾക്കെ കരച്ചിലും പിഴിച്ചിലും എല്ലാം കഴിഞ്ഞ് കണ്ണടച്ചിടയ്ക്കായിരുന്നു അവൾ മുഖം തിരിച്ചു നോക്കി. രാധികയും കൂടെ ഹർഷനെയും കാണെ അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. പിന്നെയും എവിടെ നിന്നറിയാ സങ്കടം വന്ന് തിങ്ങി വേണിയുടെ മുഖത്താകെ. അവൾ മുഖം നൽകാതെ കുനിഞ്ഞിരുന്നു. എന്റെ കുട്ടി, അവൾ എന്തൊക്കെയോ വിവരക്കേട് പറഞ്ഞെനിക്ക് കരഞ്ഞിരിക്കുക. രാധിക സ്നേഹത്തോടെ അവിടെ അടുത്തേക്ക് ചെന്നിരുന്നു. പിന്നെ മുഖം പിടിച്ചുയർത്തി കവിളിലൂടെ നനച്ചിറങ്ങുന്ന കണ്ണീര് തുടച്ചു നീക്കി നെറ്റിയിലൊരു മുത്തം കൊടുത്ത് എന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വേണി തേങ്ങലോടെ അവരുടെ മാറിലേക്ക് ചേർന്നു. സന്ധ്യക്കും അവരുടെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിനെ തണുപ്പിക്കുന്നതായിരുന്നു രാധികയുടെ പ്രവൃത്തി. ഓടി വന്ന് തന്നിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞവളെ കണ്ടപ്പോൾ വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്ന അവരിലെ അമ്മമനം. ഒത്തിരി തവണ ചോദിച്ച ശേഷമാണ് ആ കരച്ചിലിനിടയിലും വേണി ഹർഷന്റെ വീട്ടിൽ ചെന്നപ്പോൾ നിഷ പറഞ്ഞ ഓരോന്നും പറഞ്ഞത്. കേട്ടപ്പോൾ സങ്കടവും ദേഷ്യമൊക്കെ തോന്നി. നിഷയുടെ മുന്നിൽ ചെന്ന് രണ്ട് വാക്ക് പറയാൻ തിളച്ചു അവരുടെ മനസ്സ്. പക്ഷെ അതിനേക്കാൾ വേദനിച്ച് കരയുന്നവളെ ആശ്വസിപ്പിക്കുക തന്നെയാണ് പ്രധാനമെന്ന തിരിച്ചറിവിൽ അവർ അടക്കി നിർത്തി തന്റെ ദേഷ്യം. ഏറെ പണിപ്പെട്ടെങ്കിലും വേണിയെ ചേർത്ത് പിടിച്ച് അവളെ ആശ്വസിപ്പിച്ചു. രാധിക എന്തൊക്കെയോ പറഞ്ഞ് അവളുടെ ഉള്ളം തണുപ്പിച്ചു. കരച്ചിലടങ്ങിയ ശേഷമാണ് ഹർഷനും അരികിലേക്ക് ചെന്ന്. അത്ര നേരം അവനെ മനഃപൂർവ്വം നോക്കാതിരുന്നവൾ തന്റെ മുന്നിലേക്ക് അവൻ വന്നു നിന്നപ്പോൾ പതിയെ മുഖമുയർത്തി കണ്ണു ചുരുക്കി ഗൗരവം പിടിച്ചു നിൽക്കുന്ന അവന്റെ മുഖം കാണെ വേണി മുഖം വെട്ടിച്ചു. രണ്ടാളും ചെന്ന് സംസാരിക്കുക, എന്നിട്ട് വിഷമൊക്കെ മാറ്റി. രാധികയും പിന്നാലെ സന്ധ്യയും പറഞ്ഞപ്പോൾ മടിച്ചു മടിച്ചെങ്കിലും എഴുന്നേറ്റ് വേണി. ഹർഷൻ അവളെ നോക്കിയ ശേഷം മുകളിലേക്കുള്ള സ്റ്റെയർ ലക്ഷ്യമാക്കി നടന്നു. പിന്നാലെ അമ്മയെ നോയിക്കൊണ്ട് വേണി. രണ്ടാളും മുകളിലേക്ക് മറിഞ്ഞപ്പോൾ രാധിക കാര്യങ്ങൾ വ്യക്തമാക്കാനായി സന്ധ്യക്ക് നേരെ തിരിഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.